ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് +2 തുല്യതയുടെ അക്ഷര കൈരളി 2025 ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ക്ലാസ് നന്നായി മനസ്സിലാക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് പ്രയോജനപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. വെൽക്കം ടു മൈ ക്ലാസ്. ചോദ്യ പേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, മൊത്തത്തിലുള്ള സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്ന മാനേജ്മെന്റിന്റെ തലം ഏതാണ്? മൊത്തത്തിലുള്ള സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്ന മാനേജ്മെന്റിന്റെ തലം ഏതാണ്? ഓപ്ഷൻസ്: ഉന്നതതല മാനേജ്മെന്റ്, മധ്യതല മാനേജ്മെന്റ്, പ്രവർത്തനതല മാനേജ്മെന്റ്, വകുപ്പ് തല മേധാവികൾ. ഇതിൽ ഉത്തരം ഉന്നതതല മാനേജ്മെന്റ്. മൊത്തത്തിലുള്ള സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്ന മാനേജ്മെന്റിന്റെ തലം ഉന്നതതല മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക പരിസ്ഥിതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക പരിസ്ഥിതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പലിശ നിരക്ക്, സാക്ഷരതാ നിരക്ക്, ഓഹരി വിപണി സൂചികകൾ, പണപ്പെരുപ്പ നിരക്ക്. ഉത്തരം സാക്ഷരതാ നിരക്ക്. തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക പരിസ്ഥിതിക്ക് ഉദാഹരണമല്ലാത്തത് സാക്ഷരതാ നിരക്ക്. മൂന്നാമത്തെ ചോദ്യം, മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം ഏതാണ്? മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം ഏതാണ്? ഓപ്ഷൻസ്: സംഘാടനം, മാർഗനിർദ്ദേശം, ഉദ്യോഗവൽക്കരണം, ആസൂത്രണം. മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം ആസൂത്രണം. മാനേജ്മെന്റിന്റെ പ്രാഥമിക ധർമ്മം ആസൂത്രണം. നാലാമത്തെ ചോദ്യം, സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിച്ച സംഘടനാ രൂപമാണ്. ഓപ്ഷൻസ്: ഔപചാരിക സംഘടന, അനൗപചാരിക സംഘടന, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഡിവിഷണൽ ഓർഗനൈസേഷൻ. സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ബോധപൂർവം സൃഷ്ടിച്ച സംഘടനാ രൂപമാണ് ഔപചാരിക സംഘടന. ആൻസർ: ഔപചാരിക സംഘടന. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ജോലി സ്ഥലത്തിന് പുറത്തുള്ള പരിശീലന രീതിയിൽ പെടാത്തത് ഏത്? ജോലി സ്ഥലത്തിന് പുറത്തുള്ള പരിശീലന രീതിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: വെസ്റ്റിബിൾ പരിശീലനം, കേസ് പഠനം, കോച്ചിങ്, ചലച്ചിത്രങ്ങൾ. ഉത്തരം കോച്ചിങ്. ജോലി സ്ഥലത്തിന് പുറത്തുള്ള പരിശീലന രീതിയിൽ പെടാത്തത് കോച്ചിങ്. ആറാമത്തെ ചോദ്യം, സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പ്രകാരം നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന മാനേജ്മെന്റ് ധർമ്മമാണ് ഏത്? സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പ്രകാരം നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന മാനേജ്മെന്റ് ധർമ്മം ഏതാണ്? ഓപ്ഷൻസ്: നിയന്ത്രണം, മാർഗനിർദ്ദേശം, ഉദ്യോഗവൽക്കരണം, ആസൂത്രണം. ഉത്തരം നിയന്ത്രണം. സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത പ്രകാരം നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന മാനേജ്മെന്റ് ധർമ്മമാണ് നിയന്ത്രണം. ഏഴാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ മാർഗനിർദ്ദേശക ധർമ്മത്തിന്റെ ഘടകമല്ലാത്തത് ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ മാർഗനിർദ്ദേശക ധർമ്മത്തിന്റെ ഘടകമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പ്രചോദനം, ആശയവിനിമയം, അധികാരം, നേതൃത്വം. ഇവിടെ ഉത്തരം അധികാരം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മാർഗനിർദ്ദേശക ധർമ്മത്തിന്റെ ഘടകമല്ലാത്തത് അധികാരം. എട്ടാമത്തെ ചോദ്യം, വിപണന മിശ്രണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ വേറിട്ടത് കണ്ടെത്തുക. വിപണന മിശ്രണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ വേറിട്ടത് കണ്ടെത്തുക. ഓപ്ഷൻസ്: ഉൽപ്പന്നം, സ്ഥലം, ബ്രാൻഡ്, വില. ഉത്തരം ബ്രാൻഡ്. വിപണന മിശ്രണവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്നത് ബ്രാൻഡ്. ഒമ്പതാമത്തെ ചോദ്യം, സാമ്പത്തിക മാനേജ്മെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? സാമ്പത്തിക മാനേജ്മെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻസ്: ലാഭം പരമാവധിയാക്കൽ, സമ്പത്ത് വർദ്ധിപ്പിക്കൽ, വരുമാനം വർദ്ധിപ്പിക്കൽ, ചെലവ് ചുരുക്കൽ. ഉത്തരം സമ്പത്ത് വർദ്ധിപ്പിക്കൽ. സാമ്പത്തിക മാനേജ്മെന്റിന്റെ പ്രാഥമിക ലക്ഷ്യം സമ്പത്ത് വർദ്ധിപ്പിക്കലാണ്. പത്താമത്തെ ചോദ്യം, ഒരു ബ്രാഞ്ചിന് നൽകുന്ന നിയമപരമായ പരിരക്ഷയെ എന്തു വിളിക്കുന്നു? ഒരു ബ്രാഞ്ചിന് നൽകുന്ന നിയമപരമായ പരിരക്ഷയെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻസ്: ബ്രാൻഡ് നാമം, വ്യാപാര മുദ്ര, ബ്രാൻഡ് മാർക്ക്, ബ്രാൻഡ്. ഉത്തരം വ്യാപാര മുദ്ര. ഒരു ബ്രാൻഡിന് നൽകുന്ന നിയമപരമായ പരിരക്ഷയെ വ്യാപാര മുദ്ര എന്ന് വിളിക്കുന്നു.
11 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. 11ാമത്തെ ചോദ്യം, മാനേജ്മെന്റിന്റെ ഏതെങ്കിലും 2 സ്ഥാപനപരമായ ലക്ഷ്യങ്ങൾ പ്രസ്താവിക്കുക. മാനേജ്മെന്റിന്റെ ഏതെങ്കിലും 2 സ്ഥാപനപരമായ ലക്ഷ്യങ്ങൾ പ്രസ്താവിക്കുക. ഉത്തരം, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും സഫലീകരിക്കുകയും ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും സഫലീകരിക്കുകയും ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. സ്ഥാപനപരമായ ലക്ഷ്യങ്ങളെ 3ആയി തിരിക്കാം. 1 അതിജീവനം, 2 ലാഭം, 3 വളർച്ച. അതിജീവനം, സ്ഥാപനത്തിന് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാൻ സാധിച്ചാൽ മാത്രമേ സ്ഥാപനത്തിന് അതിജീവനം സാധ്യമാകൂ. സ്ഥാപനത്തിന് ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ സ്ഥാപനത്തിന് അതിജീവനം സാധ്യമാകൂ. 2ാമത്തെ പോയിന്റ്, ലാഭം. മതിയായ ലാഭം ഉറപ്പുവരുത്തുക എന്നത് മാനേജ്മെന്റ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മതിയായ ലാഭം ഉറപ്പുവരുത്തുക എന്നത് മാനേജ്മെന്റ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 3 വളർച്ച. കാര്യക്ഷമമായ മാനേജ്മെന്റിലൂടെ മാത്രമേ വളർച്ച നേടാനാകൂ. കാര്യക്ഷമമായ മാനേജ്മെന്റിലൂടെ മാത്രമേ വളർച്ച നേടാനാകൂ. ഇതിലേതെങ്കിലും 2 പോയിന്റ് പറഞ്ഞാലും മതിയാകും. 12ാമത്തെ ചോദ്യം, ചലന പഠനം എന്നതിനെപ്പറ്റി ലഘുകുറിപ്പ് തയ്യാറാക്കുക. ചലന പഠനം എന്നതിനെപ്പറ്റി ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഒരു നിശ്ചിത ജോലി ചെയ്ത് തീർക്കുന്നതിന് ആവശ്യമായ ചലനത്തെയും അനാവശ്യമായ ചലനത്തെയും ചലന പഠനത്തിലൂടെ വേർതിരിക്കുന്നു. ഒരു നിശ്ചിത ജോലി ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായ ചലനത്തെയും അനാവശ്യമായ ചലനത്തെയും ചലന പഠനത്തിലൂടെ വേർതിരിക്കുന്നു. ജോലി സമയത്ത് ജീവനക്കാരന്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചലന പഠനത്തിന്റെ ലക്ഷ്യം. ജോലി സമയത്ത് ജീവനക്കാരന്റെ ചലനങ്ങൾ നിരീക്ഷിച്ച് അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചലന പഠനത്തിന്റെ ലക്ഷ്യം. 13ാമത്തെ ചോദ്യം, ഏതെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 4 പ്ലാനുകൾ പട്ടികപ്പെടുത്തുക. ഏതെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 4 പ്ലാനുകൾ പട്ടികപ്പെടുത്തുക. ഉത്തരം, ആവർത്തിച്ചു വരുന്ന സാഹചര്യങ്ങളിലോ പതിവ് തീരുമാനമെടുക്കുന്നതിലോ സഹായിക്കുന്ന പ്ലാനുകളെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന പ്ലാനുകൾ എന്ന് പറയുന്നു. ആവർത്തിച്ചു വരുന്ന സാഹചര്യങ്ങളിലോ പതിവ് തീരുമാനങ്ങൾ എടുക്കുന്നതിനോ സഹായിക്കുന്ന പ്ലാനുകളെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന പ്ലാനുകൾ എന്ന് പറയുന്നു. രീതികൾ, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ, നയങ്ങൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 4 പ്ലാനുകളാണ്. സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 4 പ്ലാനുകൾ: 1 രീതികൾ, 2 നിയമങ്ങൾ, 3 നടപടിക്രമങ്ങൾ, 4 നയങ്ങൾ. 1 രീതികൾ, 2 നിയമങ്ങൾ, 3 നടപടിക്രമങ്ങൾ, 4 നയങ്ങൾ. 14ാമത്തെ ചോദ്യം, പ്രചോദനത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ പ്രസ്താവിക്കുക. പ്രചോദനത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ പ്രസ്താവിക്കുക. ഉത്തരം, ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വ്യക്തികളുടെ അന്തസ്സത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് പ്രചോദനം അഥവാ പ്രേരക ശക്തി എന്ന് പറയുന്നത്. ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വ്യക്തികളുടെ അന്തസ്സത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഘടകങ്ങളെയാണ് പ്രചോദനം അഥവാ പ്രേരക ശക്തി എന്ന് പറയുന്നത്. സവിശേഷതകൾ. 1ാമത്തെ പോയിന്റ്, പ്രചോദനം ആന്തരികമായ അനുഭവമാണ്. പ്രചോദനം ആന്തരികമായ അനുഭവമാണ്. 2, പ്രചോദനം ലക്ഷ്യങ്ങളെ സഫലമാക്കുന്നു. പ്രചോദനം ലക്ഷ്യങ്ങളെ സഫലമാക്കുന്നു. 3, പ്രചോദനം പോസിറ്റീവും നെഗറ്റീവുമാകാം. പ്രചോദനം പോസിറ്റീവും നെഗറ്റീവുമാകാം. 4, പ്രചോദനം ഒരു സങ്കീർണ പ്രക്രിയയാണ്. പ്രചോദനം ഒരു സങ്കീർണ പ്രക്രിയയാണ്. ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതിയാൽ മതിയാകും. 15ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഏതെങ്കിലും 2 ഉപഭോക്തൃ അവകാശങ്ങൾ രേഖപ്പെടുത്തുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഏതെങ്കിലും 2 ഉപഭോക്തൃ അവകാശങ്ങൾ രേഖപ്പെടുത്തുക. ഉത്തരം, 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കൾക്ക് 6 അവകാശങ്ങൾ നൽകുന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താക്കൾക്ക് 6 അവകാശങ്ങൾ നൽകുന്നു. 1, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 1, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 2, അറിയുവാനുള്ള അവകാശം. 2, അറിയുവാനുള്ള അവകാശം. 3, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. 3, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. 4, പരാതിപ്പെടാനുള്ള അവകാശം. 4, പരാതിപ്പെടാനുള്ള അവകാശം. 5, പരാതി പരിഹരിക്കപ്പെടാനുള്ള അവകാശം. 5, പരാതി പരിഹരിക്കപ്പെടാനുള്ള അവകാശം. 6, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഏതെങ്കിലും 2 എഴുതിയാൽ മതിയാകും.
16ാമത്തെ ചോദ്യം, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം, മറ്റു ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനായി അല്ലെങ്കിൽ മറ്റൊരാളിന് വിൽക്കാനായി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റു ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനായി അല്ലെങ്കിൽ മറ്റൊരാളിന് വിൽക്കാനായി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം, അസംസ്കൃത പദാർത്ഥങ്ങൾ, സ്പെയർ പാർട്സുകൾ മുതലായവ. ഉദാഹരണം, അസംസ്കൃത പദാർത്ഥം, സ്പെയർ പാർട്സുകൾ മുതലായവ. 17 മുതൽ 22 വരെയുള്ള ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോന്നിനും 3 സ്കോർ വീതം. 17ാമത്തെ ചോദ്യം, മാനേജ്മെന്റ് തത്വങ്ങളുടെ ഏതെങ്കിലും 3 സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുക. മാനേജ്മെന്റ് തത്വങ്ങളുടെ ഏതെങ്കിലും 3 സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുക. 17ാമത്തെ ഉത്തരം, ഒരു മാനേജർക്ക് പ്രവർത്തിക്കുവാനുള്ള മാർഗരേഖയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. ഒരു മാനേജർക്ക് പ്രവർത്തിക്കുവാനുള്ള മാർഗരേഖയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഫലപ്രദവും കാര്യക്ഷമവുമാക്കാൻ മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജറെ സഹായിക്കുന്നു. മാനേജ്മെന്റ് പ്രവർത്തനം ഫലപ്രദവും കാര്യക്ഷമവുമാക്കാൻ മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജറെ സഹായിക്കുന്നു. മാനേജ്മെന്റ് തത്വങ്ങളുടെ പ്രധാന സ്വഭാവ സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. സാർവലൗകിക ഉപയോഗം. 1. സാർവലൗകിക ഉപയോഗം. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ ബിസിനസ് ഇതര സ്ഥാപനങ്ങളിലെല്ലാം മാനേജ്മെന്റ് തത്വങ്ങൾ പ്രായോഗികമാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ചെറുതും വലുതുമായ ബിസിനസ് ഇതര സ്ഥാപനങ്ങളിലെല്ലാം മാനേജ്മെന്റ് തത്വങ്ങൾ പ്രായോഗികമാണ്. 2ാമത്തെ പോയിന്റ്, വഴക്കമുള്ളതാണ്. മാനേജ്മെന്റ് തത്വങ്ങൾ കർക്കശങ്ങളല്ല. ഇവയുടെ ഉപയോഗം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. മാനേജ്മെന്റ് തത്വങ്ങൾ കർക്കശങ്ങളല്ല. ഇവയുടെ ഉപയോഗം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. 3ാമത്തെ പോയിന്റ്, തത്വങ്ങൾക്ക് തുല്യ പ്രാധാന്യം. എല്ലാ മാനേജ്മെന്റ് തത്വങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഒരു തത്വത്തേക്കാൾ പ്രധാനമാണ് മറ്റൊന്ന് എന്ന് പറയാനാവില്ല. എല്ലാ മാനേജ്മെന്റ് തത്വങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഒരു തത്വത്തേക്കാൾ പ്രധാനമാണ് മറ്റൊന്ന് എന്ന് പറയാനാവില്ല. ഒരു തത്വത്തേക്കാൾ പ്രധാനമാണ് മറ്റൊന്ന് എന്ന് പറയാനാവില്ല. 4ാമത്തെ പോയിന്റ്, കരുതലോടെയുള്ള പ്രയോഗം. മാനേജ്മെന്റ് തത്വങ്ങളെ വളരെ ശ്രദ്ധയോടെ പ്രയോഗിച്ചാലേ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകൂ. മാനേജ്മെന്റ് തത്വങ്ങളെ വളരെ ശ്രദ്ധയോടെ പ്രയോഗിച്ചാലേ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകൂ. അപ്പോൾ 4 പോയിന്റ്, സാർവലൗകിക ഉപയോഗം, വഴക്കമുള്ളതാണ്, തത്വങ്ങൾക്ക് തുല്യ പ്രാധാന്യം, കരുതലോടെയുള്ള പ്രയോഗം. 18ാമത്തെ ചോദ്യം, റിക്രൂട്ട്മെന്റിന്റെ വിവിധ ആഭ്യന്തര ഉറവിടങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. ഉത്തരം, ഒരു സ്ഥാപനത്തിലെ ഓരോ ജോലിയും ചെയ്യാൻ അനുയോജ്യരായ ജീവനക്കാരെ കണ്ടെത്തുന്നതിനായി അപേക്ഷ സമർപ്പിക്കുവാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ്. ഒരു സ്ഥാപനത്തിലെ ഓരോ ജോലിയും ചെയ്യാൻ അനുയോജ്യരായ ജീവനക്കാരെ കണ്ടെത്തുന്നതിനായി അപേക്ഷ സമർപ്പിക്കുവാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ്. സ്ഥാപനത്തിനുള്ളിൽ നിന്നു തന്നെ പുതിയ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതാണ് ആഭ്യന്തര ഉറവിടം. സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തന്നെ പുതിയ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതാണ് ആഭ്യന്തര ഉറവിടം. 2 പ്രധാന ആഭ്യന്തര ഉറവിടങ്ങളാണ്. 1 സ്ഥലം മാറ്റം, 2 സ്ഥാനക്കയറ്റം. 1 സ്ഥലം മാറ്റം, 2 സ്ഥാനക്കയറ്റം. സ്ഥലം മാറ്റം, ഒരു ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്നും അതേ പദവിയിലുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറ്റി നിയമിക്കലാണ് സ്ഥലം മാറ്റം. ഒരു ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്നും അതേ പദവിയിലുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറ്റി നിയമിക്കലാണ് സ്ഥലം മാറ്റം. ഇതിലൂടെ ജോലി സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാകുമെങ്കിലും വേതനത്തിലോ പദവിയിലോ മാറ്റം ഉണ്ടാകുന്നില്ല. ഇതിലൂടെ ജോലി സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാവുമെങ്കിലും വേതനത്തിലോ പദവിയിലോ മാറ്റം ഉണ്ടാകുന്നില്ല. 2ാമത്തത് സ്ഥാനക്കയറ്റം. താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരെ ഉയർന്ന തസ്തികയിലേക്ക് നിയമിക്കുന്ന രീതിയാണ് സ്ഥാനക്കയറ്റം. താഴ്ന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവരെ ഉയർന്ന തസ്തികകളിലേക്ക് നിയമിക്കുന്ന രീതിയാണ് സ്ഥാനക്കയറ്റം. സ്ഥാനക്കയറ്റത്തിലൂടെ ജീവനക്കാരന് ഉയർന്ന പദവിയും കൂടുതൽ ഉത്തരവാദിത്വങ്ങളും വേതന വർധനവും ലഭ്യമാകുന്നു. സ്ഥാനക്കയറ്റത്തിലൂടെ ജീവനക്കാരന് ഉയർന്ന പദവിയും കൂടുതൽ ഉത്തരവാദിത്വങ്ങളും വേതന വർധനവും ലഭ്യമാകുന്നു. യോഗ്യത, സീനിയോരിറ്റി, പ്രവർത്തന മികവ് മുതലായവ മാനദണ്ഡങ്ങളായി ഉപയോഗിക്കുന്നു.
യോഗ്യത, സീനിയോറിറ്റി, പ്രവർത്തന മികവ് മുതലായവ മാനദണ്ഡങ്ങളായി ഉപയോഗിക്കുന്നു. 19ാമത്തെ ചോദ്യം, ഫങ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. ഏതെങ്കിലും 3 മതി. ഫങ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക. ആദ്യം എന്താണ് ഫങ്ഷണൽ ഘടന എന്ന് നോക്കാം. ഒരേ സ്വഭാവം കാണിക്കുന്ന ജോലികൾ ഒരു വിഭാഗമായി തിരിച്ച് പ്രവർത്തന ഏകോപനത്തിനായി ഒരു തലവനെ ചുമതല ഏൽപ്പിക്കുന്ന സംഘടനാ സംവിധാനമാണ് ഫങ്ഷണൽ ഘടന. ഒരേ സ്വഭാവം കാണിക്കുന്ന ജോലികൾ ഒരു വിഭാഗമായി തിരിച്ച് പ്രവർത്തന ഏകോപനത്തിനായി ഒരു തലവനെ ചുമതലപ്പെടുത്തുന്ന സംഘടനാ സംവിധാനമാണ് ഫങ്ഷണൽ ഘടന. എന്താണ് ഡിവിഷണൽ ഘടന? വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ പല പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ വിവിധ സ്വയംഭരണ വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഓരോ വിഭാഗത്തിനും പ്രത്യേകം തലവന്മാരെ നിയമിക്കുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ് ഡിവിഷണൽ ഘടന. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ പല പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ വിവിധ സ്വയംഭരണ വിഭാഗങ്ങളായി തരംതിരിക്കുകയും ഓരോ വിഭാഗത്തിനും പ്രത്യേകം തലവന്മാരെ നിയമിക്കുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ് ഡിവിഷണൽ ഘടന. ഇനി ഫങ്ഷണൽ ഘടനയും ഡിവിഷണൽ ഘടനയും തമ്മിൽ വ്യത്യാസങ്ങൾ നോക്കാം. ഫങ്ഷണൽ ഘടന, 1ാമത്തെ പോയിന്റ്, കർത്തവ്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിക്കുന്നു. കർത്തവ്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിക്കുന്നു. 2. തൊഴിൽപരമായ വൈദഗ്ധ്യവൽക്കരണം. 3. സ്വയം ഭരണാധികാരം കുറവാണ്. 3 പോയിന്റ് ഫങ്ഷണൽ ഘടനയുടെ കർത്തവ്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിക്കുന്നു. 2. തൊഴിൽപരമായ വൈദഗ്ധ്യവൽക്കരണം. 3. സ്വയം ഭരണാധികാരം കുറവാണ്. ഡിവിഷണൽ ഘടനയിലെ പോയിന്റ്സ് നോക്കാം. 1. ഉൽപ്പന്നങ്ങളെയോ പ്രദേശങ്ങളെയോ അടിസ്ഥാനമാക്കിയാണ് രൂപീകരിക്കുന്നത്. 2. ഉൽപ്പന്ന വൈദഗ്ധ്യവൽക്കരണം. 3. സ്വയം ഭരണാധികാരം കൂടുതലാണ്. 20ാമത്തെ ചോദ്യം, ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് തീരുമാനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് തീരുമാനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങൾ ചുരുക്കി വിശദീകരിക്കുക. ഉത്തരം, ഒരു കമ്പനി ലാഭം നേടുമ്പോൾ ആ ലാഭത്തിൽ നിന്നും എത്ര ശതമാനം ലാഭവിഹിതമായി ഓഹരി ഉടമകൾക്ക് നൽകണം, എത്ര ഭാഗം കമ്പനി തിരിച്ചു നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത് ലാഭവിഹിത തീരുമാനം അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നു. ഒരു കമ്പനി ലാഭം നേടുമ്പോൾ ആ ലാഭത്തിൽ നിന്നും എത്ര ശതമാനം ലാഭവിഹിതമായി ഓഹരി ഉടമകൾക്ക് നൽകണം, എത്ര ഭാഗം കമ്പനി തിരിച്ചു നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത് ലാഭവിഹിത തീരുമാനം അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നു. ലാഭവിഹിത തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1. ലാഭത്തുക. ലാഭവിഹിതം നൽകുന്നത് ലാഭവും മുൻ ലാഭത്തിൽ നിന്നുള്ള കരുതലും ഉപയോഗിച്ചുകൊണ്ടാണ്. ലാഭവിഹിതം നൽകുന്നത് ലാഭവും മുൻ ലാഭത്തിൽ നിന്നുള്ള കരുതലും ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ലാഭത്തിന്റെ തോത് ഒരു പ്രധാന ഘടകമാണ്. 2ാമത്തെ പോയിന്റ്, ലാഭസ്ഥിരത. സ്ഥിരതയാർന്ന ലാഭം കൈവരിക്കാൻ കഴിഞ്ഞാൽ ഉയർന്ന ലാഭവിഹിതം പ്രഖ്യാപിക്കാൻ കമ്പനികൾക്ക് കഴിയും. സ്ഥിരതയാർന്ന ലാഭം കൈവരിക്കാൻ കഴിഞ്ഞാൽ ഉയർന്ന ലാഭവിഹിതം പ്രഖ്യാപിക്കാൻ കമ്പനികൾക്ക് കഴിയും. മറിച്ചാണെങ്കിൽ കുറഞ്ഞ ലാഭവിഹിതം പ്രഖ്യാപിക്കാനേ കഴിയൂ. 3ാമത്തെ പോയിന്റ്, ലാഭവിഹിതത്തിന്റെ സ്ഥിരത. കമ്പനികൾ സാധാരണയായി ഒരേ നിരക്കിൽ ഡിവിഡൻഡ് നൽകുന്ന നയമാകും സ്വീകരിക്കുക. അപ്പോൾ 3 പോയിന്റ്: ലാഭത്തുക, ലാഭസ്ഥിരത, ലാഭവിഹിതത്തിന്റെ സ്ഥിരത. 21ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണം നേടുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ വിശദമാക്കുക. ഉത്തരം, ഉപഭോക്തൃ സംരക്ഷണം എന്ന ലക്ഷ്യം നേടുന്നതിന് താഴെ പറയുന്ന വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാം. 1. ബിസിനസ് സ്ഥാപനങ്ങളുടെ സ്വയം നിയന്ത്രണം. പ്രശസ്തരായ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിവുള്ളതാണ്. അതിനുള്ള പ്രവർത്തനം അവർ സ്വയമേ ഏറ്റെടുക്കാറുണ്ട്.
പ്രശസ്തരായ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിവുള്ളതാണ്. അതിനുള്ള പ്രവർത്തനം അവർ സ്വയമേ ഏറ്റെടുക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഉപഭോക്തൃ അവബോധം. ഉപഭോക്തൃ അവബോധം. മിക്ക ഉപഭോക്താക്കൾക്കും അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരും അതിനായി ശബ്ദമുയർത്തുന്നവരുമാണ്. മിക്ക ഉപഭോക്താക്കളും അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരും അതിനായി ശബ്ദമുയർത്തുന്നവരുമാണ്. മൂന്നാമത്തെ പോയിന്റ്, സർക്കാർ. സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത്. സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. 22. ചുവടെ നൽകിയിട്ടുള്ള ആശയവിനിമയത്തിന്റെ വിവിധ ഘട്ടങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ചുവടെ നൽകിയിട്ടുള്ള ആശയവിനിമയത്തിന്റെ വിവിധ ഘട്ടങ്ങളെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്ന രീതി: മാധ്യമം, സന്ദേശം, ഡീകോഡിംഗ്, പ്രേഷിതൻ, എൻകോഡിംഗ്, ഫീഡ്ബാക്ക്, സ്വീകർത്താവ്. ഇതിൽ കറക്റ്റ് ഓർഡറിൽ പ്രേഷിതൻ, 1 പ്രേഷിതൻ, 2 സന്ദേശം, 3 എൻകോഡിംഗ്, 4 മാധ്യമം, 5 സ്വീകർത്താവ്, 6 ഡീകോഡിംഗ്, 7 ഫീഡ്ബാക്ക്. പ്രേഷിതൻ, സന്ദേശം, എൻകോഡിംഗ്, മാധ്യമം, സ്വീകർത്താവ്, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്. ഈ ഓർഡറിൽ വേണം എഴുതാൻ. 23 മുതൽ 27 വരെയുള്ള ഏതെങ്കിലും 4 ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. 23ാമത്തെ ചോദ്യം, ബിസിനസ് പരിസ്ഥിതിയുടെ ഏതെങ്കിലും 4 ഘടകങ്ങൾ വിശദീകരിക്കുക. ബിസിനസ് പരിസ്ഥിതിയുടെ ഏതെങ്കിലും 4 ഘടകങ്ങൾ വിശദീകരിക്കുക. ഉത്തരം: ഒരു ബിസിനസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതും എന്നാൽ അവയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ ബാഹ്യ ശക്തികളും വ്യക്തികളും സ്ഥാപനങ്ങളും കൂടിച്ചേരുന്നതാണ് ബിസിനസ് പരിസ്ഥിതി. ഒരു ബിസിനസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതും എന്നാൽ അവയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ ബാഹ്യ ശക്തികളും വ്യക്തികളും സ്ഥാപനങ്ങളും കൂടിച്ചേരുന്നതാണ് ബിസിനസ് പരിസ്ഥിതി. ബിസിനസ് പരിസ്ഥിതിയുടെ ഘടകങ്ങളും ബിസിനസ്സിനുണ്ടാക്കുന്ന ഫലവും നോക്കാം. ഘടകം 1, സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തം. സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തം ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഫലം പഴയ ഉൽപ്പന്നങ്ങളെ പിന്തള്ളുന്നു. അപ്പോൾ 1ാമത്തെ പോയിന്റ്, സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പഴയ ഉൽപ്പന്നങ്ങളെ പിന്തള്ളുന്നു. 2, രാഷ്ട്രീയ അസ്ഥിരത ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഫലം നിക്ഷേപകരിൽ ഭയമുണ്ടാക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരത നിക്ഷേപകരിൽ ഭയം ഉണ്ടാക്കുന്നു. 3ാമത്തെ പോയിന്റ്, ഫാഷനിൽ ഉണ്ടാകുന്ന മാറ്റം ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫലം പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. അപ്പോൾ 1ാമത്തെ ഘടകം, സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫലം പഴയ ഉൽപ്പന്നങ്ങളെ പിന്തള്ളുന്നു. 2, രാഷ്ട്രീയ അസ്ഥിരത ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫലം നിക്ഷേപകരിൽ ഭയം ഉണ്ടാക്കുന്നു. 3, ഫാഷനിൽ ഉണ്ടാകുന്ന മാറ്റം ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫലം പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. 4ാമത്തെ പോയിന്റ്, മത്സരതന്ത്രങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഫലം വിൽപ്പനയെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നു. മത്സരതന്ത്രങ്ങൾ വിൽപ്പനയെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നു. 24ാമത്തെ ചോദ്യം ഒരു ചേരുംപടി ചേർക്കുകയാണ്. കോളം എ, കോളം ബി നമുക്ക് നോക്കാം. 1ാമത്തത്, ഉത്തരവുകൾ നൽകുവാനുള്ള അവകാശം. 2, ഞാൻ എന്നതിന് പകരം ഞങ്ങൾ. 3, തീരുമാനമെടുക്കൽ അധികാരത്തിന്റെ കേന്ദ്രീകരണം. 4, വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. ബി കോളം എ, തൊഴിൽ വിഭജനം. ബി, അധികാര കേന്ദ്രീകരണം. സി, ആജ്ഞാ ഐക്യം. ഡി, ഐകമത്യം മഹാബലം. കോളം എ, കോളം ബി മാച്ച് ചെയ്യാം. 1, ഉത്തരവുകൾ നൽകുവാനുള്ള അവകാശം. ഉത്തരം ആജ്ഞാ ഐക്യം. ഉത്തരവുകൾ നൽകുവാനുള്ള അവകാശം ആജ്ഞാ ഐക്യം. 2, ഞാൻ എന്നതിന് പകരം ഞങ്ങൾ. ഉത്തരം ഐകമത്യം മഹാബലം. 3,
തീരുമാനമെടുക്കൽ അധികാരത്തിന് കേന്ദ്രീകരണം. തീരുമാനമെടുക്കൽ അധികാരത്തിന് കേന്ദ്രീകരണം. ഉത്തരം അധികാര കേന്ദ്രീകരണം. അധികാര കേന്ദ്രീകരണം. 4. വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. ഉത്തരം തൊഴിൽ വിഭജനം. തൊഴിൽ വിഭജനം. 25-ാമത്തെ ചോദ്യം. നിയന്ത്രണ പ്രക്രിയയിലെ ആദ്യത്തെ 4 ഘട്ടങ്ങൾ വിശദമാക്കുക. നിയന്ത്രണ പ്രക്രിയയിലെ ആദ്യത്തെ 4 ഘട്ടങ്ങൾ വിശദമാക്കുക. ഉത്തരം ആസൂത്രണം ചെയ്ത രീതിയിലാണോ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് നിയന്ത്രിക്കൽ ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആസൂത്രണം ചെയ്ത രീതിയിലാണോ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയാണ് നിയന്ത്രിക്കൽ ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിയന്ത്രിക്കൽ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങൾ. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. 1-ാമത്തെ പോയിന്റ് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. ആദ്യപടി ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്. ആദ്യപടി ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കുകയാണ്. ഈ പ്രവർത്തനത്തെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് പറയുന്നു. ഈ പ്രവർത്തനത്തെ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് പറയുന്നു. യഥാർത്ഥ പ്രകടനം സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്താണ് വ്യതിയാനം അളക്കുന്നത്. യഥാർത്ഥ പ്രകടനം സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്താണ് വ്യതിയാനം അളക്കുന്നത്. ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റം പരിഗണിച്ച് സ്റ്റാൻഡേർഡ് പുനർനിർണയിക്കാം. ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റം പരിഗണിച്ച് സ്റ്റാൻഡേർഡ് പുനർനിർണയിക്കാം. 1-ാമത്തെ പോയിന്റ് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. 2. യഥാർത്ഥ പ്രകടനം അളക്കുക. 2. യഥാർത്ഥ പ്രകടനം അളക്കുക. 2-ാമത്തെ നടപടി യഥാർത്ഥ പ്രകടനം അളക്കുക എന്നതാണ്. പല മാർഗങ്ങളിൽ ഇത് ഉപയോഗിക്കാം. പ്രധാനമായും വ്യക്തിഗത നിരീക്ഷണം, സാമ്പിൾ പരിശോധന തുടങ്ങിയവ. 2-ാമത്തെ നടപടി യഥാർത്ഥ പ്രകടനം അളക്കുക. പല മാർഗങ്ങൾ ഇതിൽ ഉപയോഗിക്കാം. പ്രധാനമായും വ്യക്തിഗത നിരീക്ഷണം, സാമ്പിൾ പരിശോധന തുടങ്ങിയവ. 3-ാമത്തെ പോയിന്റ് യഥാർത്ഥ പ്രകടനവും സ്റ്റാൻഡേർഡ് പ്രകടനവുമായി താരതമ്യം ചെയ്യുക. യഥാർത്ഥ പ്രകടനം സ്റ്റാൻഡേർഡ് പ്രകടനവുമായി താരതമ്യം ചെയ്യുക. യഥാർത്ഥ പ്രകടനവും സ്റ്റാൻഡേർഡ് പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യതിയാനം നിസ്സാരമാണെങ്കിൽ നിയന്ത്രിക്കൽ സംവിധാനം അഭികാമ്യമാണ്. നിയന്ത്രിക്കൽ സംവിധാനം അഭികാമ്യമാണ്. സാരമായ വ്യത്യാസമാണെങ്കിൽ കാരണം അന്വേഷിക്കേണ്ടതാണ്. സാരമായ വ്യതിയാനമാണെങ്കിൽ കാരണം അന്വേഷിക്കേണ്ടതാണ്. 4-ാമത്തെ പോയിന്റ് വ്യതിയാനം അപഗ്രഥിക്കൽ. വ്യതിയാനം അപഗ്രഥിക്കൽ. വ്യതിയാനം അനുകൂലമാണെങ്കിൽ അതിനെ പോസിറ്റീവ് വ്യതിയാനമെന്നും വ്യതിയാനം പ്രതികൂലമാണെങ്കിൽ അതിനെ നെഗറ്റീവ് വ്യതിയാനമെന്നും വിളിക്കാം. വ്യതിയാനം അനുകൂലമാണെങ്കിൽ അതിനെ പോസിറ്റീവ് വ്യതിയാനമെന്നും വ്യതിയാനം പ്രതികൂലമാണെങ്കിൽ അതിനെ നെഗറ്റീവ് വ്യതിയാനമെന്നും പറയാം. നെഗറ്റീവ് വ്യതിയാനങ്ങൾക്കുള്ള വ്യക്തമായ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുക. നെഗറ്റീവ് വ്യതിയാനങ്ങൾക്കുള്ള വ്യക്തമായ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുക. 5-ാമത്തെ പോയിന്റ് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക. അവസാന നടപടിക്രമം തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുക. അവസാന നടപടിക്രമം തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുക. 26-ാമത്തെ ചോദ്യം. ഒരു കമ്പനിയുടെ പ്രവർത്തന മൂലധന ആവശ്യകതകളെ ബാധിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ വിവരിക്കുക. ഒരു കമ്പനിയുടെ പ്രവർത്തന മൂലധന ആവശ്യകതകളെ ബാധിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ വിവരിക്കുക. ഉത്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായി വരുന്ന മൂലധനത്തെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായി വരുന്ന മൂലധനത്തെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നു. പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ: 1. ഇടപാടിലെ വ്യവസ്ഥകൾ. ഇടപാടിലെ വ്യവസ്ഥകൾ. ഉൽപ്പന്നത്തിനാവശ്യമായ സാധനങ്ങൾ കടമായി ലഭിക്കുകയും വിൽപ്പന രൊക്കമായി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ പ്രവർത്തന മൂലധനം മതിയാകും. ഉൽപാദനത്തിനാവശ്യമായ സാധനങ്ങൾ കടമായി ലഭിക്കുകയും വിൽപ്പന രൊക്കമായി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ പ്രവർത്തന മൂലധനം മതിയാകും. മറിച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതും രൊക്കമായും വിൽപ്പന നടത്തുന്നതും കടത്തിലാണെങ്കിൽ കൂടുതൽ പ്രവർത്തന മൂലധനം വേണ്ടിവരും. മറിച്ച് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് രൊക്കമായും വിൽപ്പന നടത്തുന്നത് കടത്തിലാണെങ്കിൽ കൂടുതൽ പ്രവർത്തന മൂലധനം വേണ്ടിവരും. 2-ാമത്തെ പോയിന്റ് മാനേജ്മെന്റിന്റെ കാര്യക്ഷമത. മാനേജ്മെന്റിന്റെ കാര്യക്ഷമത. മാനേജ്മെന്റിന്റെ എല്ലാ മേഖലയിലുമുള്ള കാര്യക്ഷമതയ്ക്ക് പ്രവർത്തന മൂലധനം നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. മാനേജ്മെന്റിന്റെ എല്ലാ മേഖലയിലുമുള്ള കാര്യക്ഷമതയ്ക്ക്
പ്രവർത്തന മൂലധനം നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിപണനത്തിലും അനുബന്ധമായ മറ്റു പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റ് കാര്യക്ഷമമായി ഇടപെടുകയാണെങ്കിൽ പ്രവർത്തന മൂലധനത്തിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നത് സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഉൽപാദനത്തിലും വിപണനത്തിലും വേണ്ട സമയദൈർഘ്യം. ഉൽപാദനത്തിനും വിപണനത്തിനും വേണ്ട സമയദൈർഘ്യം. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിച്ചു വിപണനം പെട്ടെന്ന് നടത്തി പണമാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ പ്രവർത്തന മൂലധനത്തിന് ആവശ്യം പരിമിതമായിരിക്കും. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വിപണനം പെട്ടെന്ന് നടത്തി പണമാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ പ്രവർത്തന മൂലധനത്തിന് ആവശ്യം പരിമിതമായിരിക്കും. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി പണമാക്കി മാറ്റുന്നതിൽ കാലതാമസം ഉണ്ടെങ്കിൽ പ്രവർത്തന മൂലധനം അധികമായി വേണ്ടിവരും. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി പണമാക്കി മാറ്റുന്നതിൽ കാലതാമസമുണ്ടെങ്കിൽ പ്രവർത്തന മൂലധനം അധികമായി വേണ്ടിവരും. നാലാമത്തെ പോയിന്റ്, വില നിലവാരത്തിലെ മാറ്റം. വില നിലവാരത്തിലെ മാറ്റം. സാധനങ്ങളുടെ വില നിലവാരം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രവർത്തന മൂലധനം വേണ്ടിവരും. മറിച്ചാണെങ്കിൽ കുറച്ചു മതി. സാധനങ്ങളുടെ വില നിലവാരം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രവർത്തന മൂലധനം വേണ്ടിവരും. മറിച്ചാണെങ്കിൽ കുറച്ചു മതി. അപ്പൊ 4 പോയിന്റ് ഒന്ന് നോക്കാം. 1, ഇടപാടിലെ വ്യവസ്ഥകൾ. 2, മാനേജ്മെന്റിന്റെ കാര്യക്ഷമത. 3, ഉൽപാദനത്തിനും വിപണനത്തിനും. 27ാമത്തെ ചോദ്യം, ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നതിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദമാക്കുക. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നതിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദമാക്കുക. ഉത്തരം, ഒരു ഉൽപ്പന്നത്തിന്റെ വിപണന മൂല്യത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതിനെ വിലയെന്ന് പറയുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ വിപണന മൂല്യത്തെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധാനം ചെയ്യുന്നതിനെ വിലയെന്ന് പറയുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ താഴെ പറയുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ താഴെ പറയുന്നു. 1ാമത്തെ പോയിന്റ്, ഉൽപാദന ചെലവ്. ഉൽപാദന ചെലവ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് അസംസ്കൃത വസ്തു, തൊഴിലാളികളുടെ വേതനം, ഭരണ ചെലവ് എന്നിങ്ങനെ നിരവധി ചെലവ് എല്ലാം ഉൽപാദനത്തിന്റെ വിലയുടെ ഭാഗമാക്കണം, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. 2ാമത്തെ പോയിന്റ്, വിപണിയിലെ മത്സരത്തിന്റെ വ്യാപ്തി. വിപണിയിലെ മത്സരത്തിന്റെ വ്യാപ്തി. വിപണിയിൽ മത്സരം കുറവാണെങ്കിൽ വില ഉയർന്ന പരിധിയിലും മത്സരം കൂടുതലാണെങ്കിൽ താഴ്ന്ന പരിധിയിലും നിജപ്പെടുത്താം. 3ാമത്തെ പോയിന്റ്, നിയമപരമായ നിയന്ത്രണങ്ങൾ. നിയമപരമായ നിയന്ത്രണങ്ങൾ. പൊതുജന താൽപര്യത്തെ മുൻനിർത്തി സർക്കാരിന് വില നിർണ്ണയ പ്രക്രിയയിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. പൊതുജന താൽപര്യത്തെ മുൻനിർത്തി സർക്കാരിന് വില നിർണ്ണയ പ്രക്രിയയിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. 4ാമത്തെ പോയിന്റ്, വില നിർണ്ണയോദ്ദേശം. വില നിർണ്ണയോദ്ദേശം. വില നിർണ്ണയത്തിന്റെ പ്രധാന ലക്ഷ്യം ലാഭമാണ്. വില നിർണ്ണയത്തിന്റെ പ്രധാന ലക്ഷ്യം ലാഭമാണ്. ഹ്രസ്വകാല ലാഭവർധനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉയർന്ന വിലയും, ദീർഘകാല ലാഭവർധനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറഞ്ഞ വിലയുമാണ് നിശ്ചയിക്കുക. വില നിർണ്ണയത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഉൽപാദന ചെലവ്, വിപണിയിലെ മത്സരത്തിന്റെ വ്യാപ്തി, നിയമപരമായ നിയന്ത്രണങ്ങൾ, വില നിർണ്ണയോദ്ദേശം. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തുടർന്നും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു എവരിവൺ.